എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു പുഴയുണ്ട്. അതിൻ്റെ പേര് ദേവിയാർ പുഴ എന്നാണ്. എന്നാൽ ഈ പുഴ ചെന്ന് ചേരുന്നത് നേര്യമംഗലത്ത് പെരിയാറിനോട് ചേർന്നാണ്. പെരിയാർ, ഇപ്പോൾ പെരിയാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ടൈഗർ റിസർവാണ്. പെരിയാർ നദി ഇന്ത്യയിൽ അറിയപ്പെടുന്ന നദിയാണ്. അതിനെക്കുറിച്ചൊരു വലിയ പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി വരുന്ന മലയാളി പെണ്ണാണ് നീ എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട്. ഈ പെരിയാർ ചെന്ന് ചേരുന്നത് ആലുവയിലാണ്. അപ്പോൾ അവിടുന്ന് പിന്നീട് അത് സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. കാരണം ഈ തൊട്ടടുത്ത് കാണുന്നതാണ് ഞങ്ങളുടെ ആദ്യകാല TPM-ൻ്റെ സഭ. അതിനുശേഷമാണ് പിന്നീട് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറിയത്. അപ്പോൾ ബാല്യകാലത്ത് ഇതിലെല്ലാം കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്ററുമായിട്ട് അല്പനേരം സംസാരിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ കടന്നു വന്ന ബഹുമാനപ്പെട്ട ഡേവിഡ് അടിമാലി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്കും ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ പാസ്റ്ററോട് ചോദിച്ചറിയാനായിട്ടുള്ളത്, ഈ പാസ്റ്റർ ഈ കഴിഞ്ഞ ദിവസം കാലടിയിൽ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഡേവിഡ് പാസ്റ്റർ ഇവരുടെ കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് താൻ ദൈവവചനം സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, നഷ്ടപ്പെടുത്താനും സാധ്യമല്ല. ഒരിക്കൽ ലഭിച്ച രക്ഷ അതാര് വിചാരിച്ചാലും നഷ്ടപ്പെടുത്താൻ സാധ്യമാകുകയില്ല. അതുമാത്രവുമല്ല, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ എന്ത് പാപം ചെയ്താലും, വ്യഭിചാരമായിക്കൊള്ളട്ടെ, മദ്യപാനം, പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, എന്ത് പാപങ്ങൾ ചെയ്താലും ആ പാപത്തിന് ശിക്ഷയുണ്ട്. അത് ഈ ഭൂമിയിലായിരിക്കും. അങ്ങനെ പാപം ചെയ്തതുകൊണ്ട് ഒരിക്കലും അവന് ദൈവരാജ്യം നഷ്ടപ്പെടുകയില്ല. അതായത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം നഷ്ടപ്പെടുകയില്ല എന്നാണ് അവരുടെ വാദം. അതുമാത്രമല്ല, സ്നാനം, തിരുവത്താഴം, വിഗ്രഹാരാധനകളൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ വളരെ നല്ല ഒരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ഏതാണ്ട് 100-ലധികം ആളുകൾ അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന് എല്ലാ ഞായറാഴ്ച ദിവസവും വൈകുന്നേരം അവർ 6 മണി തൊട്ട് 8 മണി വരെയുള്ള സമയങ്ങളിൽ, അത് ഗസ്റ്റിൻ്റെ ഇതുപോലെ ചിലപ്പോൾ അല്പം മുമ്പോട്ട് പോകാം. അപ്പോൾ വരുന്ന ആള് ദൈവവചനം സംസാരിക്കുകയും അതിനുശേഷം അവരതിൽ നിന്ന് ചോദ്യം ചോദിക്കുകയും ചെയ്യും. ചോദ്യം ചോദിച്ചതിന് ശേഷം ഈ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ വിഷയം ദുരുപദേശമാണ് എന്ന് അവർ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് 2 പ്രാവശ്യം കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഡേവിഡ് പാസ്റ്റർക്ക് ഒരു പ്രാവശ്യം കടന്നു പോകാനായിട്ടുണ്ട്. വളരെ നല്ല ആളുകളാണ് അവർ, നല്ല സ്നേഹമുള്ളവരാണ്, കരുതലുള്ളവരാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മെ നല്ലപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമുക്ക് താമസിക്കാനുള്ള റൂമും സൗകര്യങ്ങളൊക്കെ, AC റൂമൊക്കെ നമുക്ക് ഒരുക്കി തരികയും നല്ല ഭക്ഷണം, അതുപോലെ ചായ സൽക്കാരങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ നല്ലപോലെ അവർ തരികയൊക്കെ ചെയ്യുന്ന വളരെ മാന്യതയുള്ള, സ്നേഹമുള്ള, കരുതലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അവിടെ കൂടി പ്രാർത്ഥനയ്ക്ക് വരുന്നവരെല്ലാവരും. അതിൽ പ്രധാനി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പോൾ തളിയത്ത് എന്ന ദൈവദാസനും, അദ്ദേഹത്തോടൊപ്പം നിർമ്മൽ റൈസിൻ്റെ ഓണറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ ബ്രദറും, മറ്റ് ആളുകളൊക്കെ, ഒരുപാട് ബിസിനസ്സുകാർ അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു കൂട്ടായ്മയാണ് അവിടെ. എന്നാൽ ഉപദേശപരമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നത് വ്യത്യസ്തമായി ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും അത് ഒരു പൈശാചിക കൂട്ടായ്മയാണ് എന്ന് ഞാൻ അവകാശപ്പെടില്ല, ഞാൻ പറയുകയില്ല. കാരണം അങ്ങനെ പറയാൻ നമുക്ക് വാദമില്ല. എന്നാൽ അതൊരു ദുരുപദേശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതാണ് പൊതുവെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർ പറയുന്ന ആ ദുരുപദേശം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്റർ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. പാസ്റ്ററെ,
കാലടിയിൽ ഇപ്പോൾ തളിയത്ത് ബ്രദറിൻ്റെ ആ കൂട്ടായ്മയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു അനുഭവം എന്താണ് എന്നൊന്ന് ആദ്യം വിവരിക്കുക. അവരുടെ ഇടപെടിയിൽ, അവരുടെ സ്നേഹ സൽക്കാരങ്ങൾ, അതിലൊക്കെ പാസ്റ്റർ സംതൃപ്തനാണോ? അവരെന്നെ അവിടേക്ക് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ചെന്നു. എന്നെ മറ്റൊരു ജംഗ്ഷനിൽ വന്ന് അവർ കാറും കൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി വളരെ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് അവർ സ്വീകരിച്ചത്. അതെ. ചെന്നപ്പോൾ തന്നെ എനിക്ക് അന്ന് വിശ്രമിക്കാനുള്ള റൂം, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി. അവിടെ ഒരു മനുഷ്യനെ ഏത് നിലയിൽ ബഹുമാനിക്കാമോ അതിന്റെ അതേ ലെവലിൽ തന്നെ അവർ ബഹുമാനിച്ചു എന്നുള്ളത് എനിക്ക് മറക്കാനാവാത്തൊരു കാര്യമാണ്. അതെ. അതുപോലെ തന്നെ നല്ല ഭക്ഷണവും തന്നു. അവരെ അവിടെ ആ കമ്പനി തന്നെ പോത്തിനെ വെട്ട് കാണുന്നതാണ് ഞാൻ കേട്ടത്. എനിക്ക് കൃത്യമായിട്ടില്ല. എന്തായാലും നല്ല ഒന്നാം തരം പോത്തിറച്ചി, നല്ല ഉഗ്രൻ ഷാപ്പാണ്. ഏകദേശം 100-ലധികം ആളുകൾക്ക് ഈ പറയപ്പെടുന്ന വിധത്തിൽ തന്നെ നല്ല ഒരു ഭക്ഷണമാണ് അവിടെ കൊടുത്തത്. അതെ. ആ കാര്യത്തിലെല്ലാം അവര് വളരെ മാന്യമായി തന്നെയാണ് പെരുമാറിയത്. ആ ഒരു അതിഥി സൽക്കാരത്തിൽ അവർ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, മീറ്റിംഗിന് ശേഷം അവരുടെ എല്ലാ ആളുകളും വന്ന്, പുരുഷന്മാരും സഹോദരിമാരും കുട്ടികളൊക്കെയും വന്ന് നമ്മളോട് വളരെ സ്നേഹപരമായിട്ട് നമ്മളോട് സംസാരിക്കുകയും അവരുടെ ഒരു കുടുംബത്തെ പോലെ, അവരുടെ ഒരു കൂട്ടായ്മയിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ അവർ പരിഗണിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എനിക്കും അതേ അനുഭവം തന്നെയാണ്. അപ്പൊ എന്താണ് പാസ്റ്റർ അവിടെ കണ്ട ദുരുപദേശം എന്ന് പറയുന്നത്? എന്താണ് ദുരുപദേശം എന്ന് പറഞ്ഞാല്? ഒരു വാക്ക് പുറകോട്ട് ഇറങ്ങി പറയാം. ഇവരെന്നെ ആദ്യം പരിചയപ്പെട്ട്, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്, ഞങ്ങൾ വചനം പഠിക്കുന്നവരാണ്, അനേക ദേവദാസന്മാർ വന്ന് വചനം പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരെയും സ്വീകാര്യമാണ്, ഏത് ഉപദേശക്കാരൻ വന്നാലും സ്വീകാര്യമാണ്, അതുകൊണ്ട് വന്ന് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു നിയോഗം കിട്ടുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നെ കൂടെ വിളിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയുകയാണ്. എനിക്കൊരു വചനം എന്റെ മനസ്സിലേക്ക് വന്നു. അവർ മത്സര ഗ്രഹം എന്നൊരു വചനം എന്റെ ഉള്ളിലേക്ക് വന്നു. അത് ഞാനിപ്പോൾ തളിയൻ എന്ന് പറയുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശ്രോതാക്കള് പലവിധം ആളുകളാണല്ലോ, അവരിലെ ചിലപ്പോൾ കേട്ടിട്ട് സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും കേട്ടിട്ട് എതിർക്കുന്നവരൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അത് നമുക്ക് വിഷയമല്ല. അപ്പോൾ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ ഞാൻ ചെന്ന് സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളും. മീറ്റിങ്ങിന് എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള സമയം തന്നു. അപ്പോൾ ഞാനോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞാൻ അവരോട് മുൻകൂട്ടി ചോദിച്ചു, എന്നിൽ നിന്നൊരു ക്ലാസ് ആണോ പ്രതീക്ഷിക്കുന്നത്, അതൊരു മെസ്സേജ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അത് പാസ്റ്റർക്ക് എന്താണോ പ്രേരണ അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വചനം എടുത്തൊരു ചെറിയൊരു സന്ദേശം അതിലൂടെ ഒരു ചെറിയ ക്ലാസ് പോലെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നെടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു മെസ്സേജായി വന്നിട്ട്, അപ്പോൾ സകലതും വിട്ടുപോകുന്ന പത്രോസിന് 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൽ നിന്ന് ആദ്യം ഒരു വെളിപ്പാട് കിട്ടുന്നത് പത്രോസിനാണ് എന്ന് ഞാൻ പോയിന്റ് അവിടെ അവതരിപ്പിച്ചു. അത് വേറൊന്നുമല്ല, ക്രിസ്തു എന്ന വെളിപ്പാടാണ്. അതിനെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാനുള്ള കാരണം, ഈ പത്രോസ്, യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ പത്രോസ് അന്ത്രയോസിന്റെ വാക്ക് കേട്ടാണ് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നത്. പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന് വെച്ചാൽ മശീഹയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്ത്രയോസിന് ഈ അറിവ് കിട്ടുന്നത് യോഹന്നാൻ സ്നാപകനിൽ നിന്നാണ്. യോഹന്നാൻ ഇത് അറിവ് കിട്ടുന്നത് അന്ന് സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ആ വെളിപ്പാട് ശരിക്കും ഒരു പ്രാവെന്ന പോലെ വെളിപ്പാടായി കണ്ടത് യോഹന്നാൻ. ആ യോഹന്നാന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ കൊണ്ട് അന്ത്രയോസ് കേട്ടറിഞ്ഞു. അന്ത്രയോസിന്റെ വാക്കുകൾ കൊണ്ട് പത്രോസും കേട്ടറിഞ്ഞു. അങ്ങനെ പത്രോസ് ഇങ്ങനെ അന്ത്രോസിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടാണ് ചെന്നതെങ്കിലും മത്തായി 16 വരുമ്പോൾ ഈ സമൂഹം എല്ലാം നിൽക്കുമ്പോൾ യേശു ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്, ഇത് സ്വർഗത്തിലെ പിതാവാണ്. അപ്പോൾ വേണമെങ്കിൽ അന്ത്രയോസിന് പറയാമായിരുന്നു, കർത്താവെ വെളിപ്പാട് തെറ്റി, ഇത് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തേ. ശരിയാണല്ലോ, യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ശരിയാണല്ലോ. പക്ഷേ കർത്താവ് അവിടെ അന്ത്രയോസ് പറഞ്ഞു കൊടുത്തതിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് ദൈവം കൊടുത്ത വെളിപ്പാടിനെയാണ്.
അതിന്റെ കാരണം ക്രിസ്തു എന്ന് പറയുന്ന വാഗ്ദത്ത മശിയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതെ. അപ്പോൾ അതിനെയെല്ലാം ഞാൻ വിശുദ്ധീകരിച്ച് ഓരോരുത്തർ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ തളിയൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുന്നേറ്റു. വളരെ ശാന്തമായി, വളരെ ബഹുമാനത്തോടു കൂടി എന്നോട് ചോദിച്ചു, പക്ഷേ ഈ പത്രോസ് വിട്ടിറങ്ങിയത് എന്തെല്ലാമാണ് വിട്ടിറങ്ങിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ല. ലിസ്റ്റ് അവതരിപ്പിക്കാത്തത് കൊണ്ട് എനിക്കും അത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വചനത്തിൽ പറയുന്നത് സകലതും വിട്ട്. ഉടനെ ചാടി പറഞ്ഞു, പത്രോസ് അങ്ങനെ സകലതും വിട്ടൊന്നും അല്ല വന്നത്. പത്രോസ് ഒന്നും വിട്ടിട്ടുമില്ലായിരുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവ്, യേശുവിന്റെ മരണശേഷം ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് പോകുന്ന വള്ളവും വലയൊക്കെ താൻ തിരിച്ചെടുത്തുന്നു. അപ്പൊ അതിന്റെ അർത്ഥം താനൊന്നും വിട്ടിട്ടല്ല പോകുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ വിട്ടെന്ന് അറിയാവൂന്ന് ചോദിച്ചു. ഞാനാ പറഞ്ഞ്, വചനത്തിൽ സകലതും വിട്ടെന്ന് പറയുന്നു. ഏത്? മത്തായി സുവിശേഷം. അതുകൊണ്ട് ഞാൻ അവിടെ ലിസ്റ്റ് അവതരിപ്പിക്കുന്നില്ല. ഉടനെ അദ്ദേഹം ശ്രോതാക്കളിൽ നിന്ന് ഒരാൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, പോൾ തളിയോട് ചോദിച്ചു, അതെന്താ വിട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം ന്യായപ്രമാണവും അതിന്റെ സകല ഉപദേശവും വിട്ടിട്ടാ പോന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലോ. ലൂക്കോസ് എഴുതിയത് ഞങ്ങൾക്ക് സ്വന്തമായതെല്ലാം വിട്ടിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായതെന്ന് പറയുമ്പോൾ ന്യായപ്രമാണമാണോ? അതല്ല. അവിടെ വളരെ ശ്രദ്ധേറിയ ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു ധനികനായ മനുഷ്യൻ നിത്യജീവനെ പ്രാപിക്കാനായി യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഒരു ന്യായപ്രമാണത്തിന് 5 കൂട്ടം കാര്യം പറഞ്ഞു, ഇത് നീ അനുസരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞു, ഇനി നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയല്ല പറഞ്ഞ, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രന് കൊടുക്കുവാൻ പറയുമ്പോൾ അവിടെ താഴെ എഴുതിയിരിക്കുന്ന അദ്ദേഹം ഒരു ധനികനായതുകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയി. അപ്പൊ ദുഃഖിക്കാനുള്ള കാരണം തന്റെ സമ്പത്ത് തനിക്ക് വിടാൻ മനസ്സില്ല. അത് ഏതൊരു വ്യക്തിക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് ലൂക്കോസിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായത്. അതായത് നിന്റെ അടുക്കൽ വന്ന ധനികന് തനിക്ക് സ്വന്തമായിട്ടുള്ള സ്വത്ത് വിടാനുള്ള മനസ്സില്ല. പക്ഷെ ഞങ്ങൾക്കുള്ളതെല്ലാം വിട്ടിട്ടാണ് ഇറങ്ങിയതെന്നാണെന്ന് ഒരു വ്യാഖ്യാനം കൂടാതെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ന്യായപ്രമാണവും അതിന്റെ പ്രമാണവും വിട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതവിടെ അംഗീകരിക്കാൻ പറ്റും? അല്ല, അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സമയത്തും ന്യായപ്രമാണം ഉണ്ട്. ക്രൂശീകരണത്തിന് ശേഷമാണല്ലോ പിന്നെ നമ്മള് അല്ലേ? തീർച്ചയായിട്ടും. അവിടെ ഞാൻ പറയാൻ ഇവര് പിന്നെ നമുക്ക് പറയാനുള്ളൊരു അവസരം തരുന്നില്ല. അവിടെ ഞാൻ അടുത്ത് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പറയാനിരുന്ന പോയിന്റ് ഇതാണ്. അതായത് ഒരു വഴി തുറന്നു വെച്ചിട്ട് വേണം ഒന്നടയ്ക്കാൻ. അതല്ലാതെ ഒന്ന് അടച്ച് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് അത് തുറക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ഏലിയാവിനുള്ള ബന്ധത്തിൽ തന്നെ അങ്ങനെയാണ്. കെരീറ്റിലെ വെള്ളം തീരാറായപ്പോൾ അതിനു മുമ്പ് തന്നെ സാരാപത്തിൽ തുറന്നു വെച്ചു. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം അവരോട് വിടാൻ അന്നേരം പറയണമെങ്കിൽ അവിടെ അടുത്ത രക്ഷയ്ക്കുള്ള വഴി ഒരുക്കി വെക്കണമായിരുന്നു. അത് ക്രൂശിലെ മരണത്തോടു കൂടി യേശു പ്രാണന് വിടുമ്പോഴാണ് ദേവാലയത്തിൽ തിരശ്ശീല കീറുന്നത്. അതിന്റെ അർത്ഥം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, പ്രമാണത്തിന് മാറ്റം വരുന്നു, ഇനി ആർക്കും അവിടെ ചെല്ലാം എന്നുള്ള ഒരു പ്രമാണമാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുവരെ അതിന്റെ വ്യത്യാസം അറിയാൻ ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറഞ്ഞു. മത്തായി 10-ാം അധ്യായത്തിലും ലൂക്കോസ് 9-ാം അധ്യായത്തിലും യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പട്ടണങ്ങൾ അയച്ചിട്ട് 2 പേരെ വിധായിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ശമരിയയിൽ പോകരുത്, ജാതികളുടെ ഇടയിൽ പോകരുത്, ഇസ്രായേൽ ഗൃഹത്തില് കാണാതെ പോയ എന്റെ ഗൃഹത്തിന്റെ ഇടയിൽ മാത്രമേ പോകാവുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. ഇതാണ് അവരോട് പറയുന്നത്. എന്നാൽ മരണശേഷം പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ അവിടെ വിലക്കപ്പെട്ട ശമരിയെ ഇവിടെ അനുവദിച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞത് അവിടെ എന്റെ കാണാതെ പോയ ഗ്രഹത്തോട് മാത്രമേ പറയാവുള്ളൂ എന്ന് അവിടെ ഡിമാൻഡ് വെക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ സകല ജാതികളെ ശിഷ്യരാക്കി. അപ്പൊ ഈ പോളച്ചായം പറഞ്ഞ ഈ വാദഗതി തെറ്റാണെന്നാണോ ഭാഷ? തീർച്ചയായിട്ടും. കാരണം അതിന്റെ ന്യായവാദങ്ങളാണ് ഞാൻ വചനത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോളച്ചാൻ അത് തെളിയിക്കാനായിട്ട് തയ്യാറാവണം. കാരണം പത്രോസ് ന്യായപ്രമാണവും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടാണ് പോകുന്നത്, യഹൂദന്റെ പാരമ്പര്യം വിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വിട്ടുപോകുന്നാൽ ഇവിടെ രക്ഷയ്ക്കുള്ള വഴി വേറെ വച്ചിട്ട് തുറന്നിട്ടില്ല. ഇനി അടുത്തത് എന്താണ് ഭാഷ അവിടെ സംസാരിച്ചത്? അവിടെ സംസാരിച്ചത് ഇത്രയും പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഒരു പൗലോസ് പറഞ്ഞൊരു പ്രസ്താവന എടുത്തു. ഉടനെ അദ്ദേഹം ചാടി പറഞ്ഞ പൗലോസ് എന്ന് പറഞ്ഞ പൗലോസ് വെറും കള്ളനാ, വെറും നുണയനാ. പൗലോസ് നുണയനാണ്, കള്ളനാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം പറയാം.
അല്ല, നാളെ അവരത് നിഷേധിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലോ? ഇല്ല, അതിന് അവരവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്, അതിനവര് പറഞ്ഞ ന്യായം കൂടി പറയാം. അല്ല, അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യം പാസ്റ്റർക്ക് ആര് പ്രസംഗിച്ചാലും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അയച്ചു തരാറുണ്ട്. പാസ്റ്റർക്ക് അങ്ങനെ അയച്ചു തന്നോ? ഇല്ല, എനിക്ക് അയച്ചു തന്നില്ല. ഇല്ല. ഇല്ല. അപ്പൊ പൗലോസ് നുണയനാണ്, കള്ളനാണെന്ന് പറഞ്ഞു. പോളച്ചായൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ന്യായവാദം ഇതാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്പോസിനെയും ഗായസിനെയും പിന്നെ സ്തേഫാനോസിന്റെ കുടുംബക്കാരെ ഒഴികെ വേറെ ആരും ഞാൻ സ്നാനപ്പെടുത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പൗലോസിന് ഒരു ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ താൻ പറയുന്ന ന്യായമായ ഒരു വാദമാണ്. കാരണം കാരാഗ്രഹ പ്രമാണിയെ അവരെ രാത്രിയിൽ തന്നെ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടിയിട്ട് അവരെ സ്നാനം കഴിപ്പിച്ച ഒരു സംഭവം. അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തിയത് മറന്നുപോയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ലഭിക്കാവുന്ന നല്ലൊരു പ്രിവിലേജ് ആയിരുന്നു ഏത്? കാരാഗ്രഹ പ്രമാണിയെ സ്നാനപ്പെടുത്തുക. അത് വല്ലവരും മറന്നുപോകില്ല, ഒരിക്കലും മറക്കത്തില്ല. താൻ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത് പുഴവക്കത്തിരിക്കുന്ന ലുദിയ അവിടെ ഉണ്ടായിരുന്നവൾ വെച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. കാരണം അവളുടെ ഹൃദയം മാത്രമേ തുറന്നിട്ടുള്ളൂ. അവളുടെ സ്നാനപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയത് താൻ മറന്നുപോയെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില ന്യായവാദങ്ങൾ വെച്ചു. പക്ഷെ അതിന്റെ മറുപടി എന്ന രീതിയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അത് മറുപടി പറയാൻ എനിക്ക് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാരാഗ്രഹ പ്രമാണിയെ സ്നാനപ്പെടുത്തി പറയുമ്പോൾ പൗലോസും ശീലാസും അവിടെ ഉണ്ടായിരുന്നു. അവർ ഏറ്റു എന്ന് പറയുന്നുണ്ട് കാരാഗ്രഹ പ്രമാണി. പക്ഷെ ഇന്നയാള് സ്നാനപ്പെടുത്തിയെന്ന് അവിടെ പറയുന്നില്ല. ഇവരുടെ ഒരു ഉപദേശം എന്ന് പറയുന്നത് സ്നാനം ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സംശയം ഞങ്ങൾ അല്ല, ഞാൻ ചെയ്ത വീഡിയോക്കകത്തുണ്ട്. ഇനി സ്നാനം വേണ്ട, കർത്തൃമേശ വേണ്ട, തിരുവത്താഴം വേണ്ട. അതായത് രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്, സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്നാനം വേണ്ട. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു പാസ്റ്റർ? അല്ല, സ്നാനം വേണ്ട എന്നുള്ള ഉപദേശം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സ്നാനത്തെക്കുറിച്ച് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ. അവര് പറയുന്ന ആ സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം എന്ന് പറഞ്ഞ ക്രൂശീകരണമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൂശീകരണമാണെങ്കിൽ ഏകീഭവിക്കാന്നുള്ള അപ്പൊ നമുക്ക് അതിലേക്ക് വരുന്നതിന് ഇപ്പൊ നമുക്ക്, അതായത് ഈ കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്? എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി. അപ്പൊ എന്തായിരുന്നു ആ മനുഷ്യന്റെ പാപം എന്തായിരുന്നു? ആ മനുഷ്യന്റെ പാപം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പാപം അല്ലല്ല. ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണല്ലോ മരിച്ചത്, പാപികളായ നമുക്ക് വേണ്ടി. അപ്പൊ നമ്മൾ ചെയ്ത പാപം എന്താണ്? നമ്മൾ ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യർക്ക് മുഴുവൻ പാപം. പിന്നീട് അവിടുന്ന് പറഞ്ഞ എല്ലാം പാപിയുടെ സന്തതി പാപികൾ തന്നെ. ഓക്കെ. അപ്പൊ ആ ആദാം ചെയ്ത പാപത്തിന്റെ പരിഹാരം കർത്താവ് വരുത്തിയോ? ആ പരിഹാരമുള്ള ക്രൂശ് മരണത്തിലൂടെ അതിൽ വിശ്വസിക്കുന്നവർക്ക് പരിഹാരം. ഞാൻ ചോദിക്കുന്നത്, ഈ ആദാം പാപം ചെയ്തതോടുകൂടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടമായത്? ആദാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടമായത്? ആദാമിന് അവിടെ വെച്ച് നമ്മളെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, ദൈവമായിട്ടുള്ള ഡയറക്റ്റ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു. അവൻ പിന്നെ ആദാമിനെ പിന്നെ നഷ്ടപ്പെട്ടതായിട്ട് അവിടെ ഉൽപ്പത്തി പുസ്തകം വേറൊന്നും പറയുന്നില്ല. നിത്യജീവൻ നഷ്ടപ്പെട്ടു നമുക്ക് പറയാം, അല്ലെ? ഒരു ആത്മീയ മരണം സംഭവിച്ചു, അല്ലേ? തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നത് ഒരു ഭൗതികമായ മരണം അവിടെ നടക്കാത്തത് കൊണ്ട് ഒന്നുകിൽ ദൈവം പറഞ്ഞത് തെറ്റായിപ്പോയി, അപ്പൊ അത് നടന്നില്ല എന്ന് പറയണം. അതല്ല, അങ്ങനത്തെ മരണം അവിടെ കാണാത്തത് കൊണ്ട് ദൈവം പറഞ്ഞ മരണം സംഭവിച്ചെങ്കിൽ അത് എന്തായാലും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വിഘടനം സംഭവിച്ചു, അല്ലെ? അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ആദാം നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധി ആയതുകൊണ്ട് ആ ആദാമിൽ ജനിച്ച സന്തതി പരമ്പരയായ നമ്മളിലേക്ക് ആദാം ചെയ്ത പാപത്തെ നമ്മളിലേക്ക് കണക്കിട്ടു. ഇതല്ലേ? പാപത്തെ കണക്കിട്ടു എന്നതിനേക്കാൾ ആദാം പാപിയായപ്പോൾ ആ പാപിയിൽ നിന്ന് ജനിച്ച തലമുറകൾ പാപം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ആദാം ചെയ്ത പാപത്തിന് പൂർത്തീകരണം വരുത്തിയില്ലേ, പരിഹാരം വരുത്തിയില്ലേ? അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, പാപത്തിന് പൂർണ്ണമായി പരിഹാരം വരുത്തിയെങ്കിൽ ഇനി എന്തിന് സ്നാനമേൽക്കണം? സ്നാനം എന്ന് പറയുന്നത് ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും പുനർസ്ഥാപിക്കേണ്ട ആവശ്യം ഉണ്ട്. എങ്കിൽ മാത്രമേ അംഗീകാരം ഉണ്ടാകത്തുള്ളൂ. അതിനാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. ക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം, നാം ചെയ്ത പാപത്തിന്റെ പരിഹാരം കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിലൂടെ മുഴുവൻ പരിഹാരം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തിയല്ലോ. ഇനി ആ കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി എന്ന് ഞാൻ വിശ്വസിച്ച്
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ പോരെ നിത്യജീവൻ എന്നാണ് ചോദ്യം. അല്ല, അത് അവര് ചോദിക്കുന്ന ചോദ്യം, അത് അവരുടെ ഇത് നമ്മളോടല്ല ശരിക്കും, അത് ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യം. അതിന്റെ കാരണം ഞാൻ പറയാം. അതായത് അല്ല, അപ്പൊ നമ്മളോട് ചോദിക്കുന്നവരെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം പറയാം. നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം, ദൈവമേ ഞങ്ങൾ യേശുവിന്റെ മരണത്തിൽ ഞങ്ങൾ വിശ്വസിച്ചാ പോരെ, ഞങ്ങളത് വിശ്വസിച്ചു, പിന്നെ എന്തിനാ ഞങ്ങൾ സ്നാനം വെക്കുന്നത്? നമ്മൾ വെച്ചതല്ലോ സ്നാനം ദൈവം വെച്ച വിഷയല്ലേ. സ്നാനം ദൈവം വെച്ചിരിക്കുന്നതന്നെ ക്രിസ്തുവിനോട് ചേരുവാനാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യന്റെ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നത് സ്നാനത്തിലൂടെ ആയതുകൊണ്ട് അത് വിശ്വാസത്തിലല്ല. അല്ല, അത് അതിന്റെ അകത്തെ അവര് പറയുന്ന ആശയം ഇതാണ്. അതായത് യേശുവിനെ ക്രൂശിച്ച യഹൂദനാണ്. അപ്പൊ പത്രോസ് പ്രസംഗിക്കുന്നത് യഹൂദന്മാരോടാണ്. അപ്പോൾ അന്ന് നാനാ ഭാഗത്തു നിന്ന് വന്നുകൂടിയ ആളുകളുണ്ടെന്ന് പറഞ്ഞാലും അവർ യഹൂദന്മാരായിരുന്നു. ആ യഹൂദനോടാണ് പറയുന്നത്, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ക്രൂശിച്ചു, ആ നിങ്ങൾ പാപം ചെയ്തു, തെറ്റ് ചെയ്തു. അപ്പോൾ ആ യഹൂദന്മാർ പത്രോസിനോട് ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന പരിശുദ്ധാത്മ വന്ന ദാനം ലഭിക്കും. അപ്പൊ പോളച്ചായം പറയുന്നത് അത് യഹൂദനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് നമ്മളോട് ജാതികളോട് പറഞ്ഞിട്ടുള്ളതല്ല. ജാതികൾ യഹൂദന് അവിടെ അവര് യേശുവിനെ ക്രൂശിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:36 പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. 2 സ്ഥാനം കൂടി കൊടുത്താണ് ഉയർത്തിയത്. ആ ക്രിസ്തുവിന് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനുള്ള പദവികള് വന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായി ഉയർത്തെഴുന്നേറ്റപ്പോൾ യശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്ന അവർ നീതിയോടെ ഭരിക്കുവാനുള്ള ഒരു രാജാവ്, ആ വാഗ്ദത്ത മെസ്സിയാണല്ലോ കാത്തിരുന്നത്. രണ്ടാമത് 1 യോഹന്നാൻ 2:1 പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ പാപം ചെയ്താൽ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യാൻ മഹാപുരോഹിതനായി യേശു ഉയരത്തിലുണ്ട്. അപ്പോൾ മഹാപുരോഹിതൻ എന്നുള്ള സ്ഥാനവും കൂടി വന്നു. മൂന്നാമത് 1 കൊരിന്ത്യർ 11 പറയുന്ന ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങൾ വിവാഹ നിത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ സഭയുടെ മണവാളൻ എന്നുള്ള പദവി കൊണ്ട് വരുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം മഹാപുരോഹിതനായ ചെയ്യുന്നത്. അല്ല, അതൊക്കെ ശരിയാണ്, പാസ്റ്റർ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത്, ഒരിക്കലായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി, ഇനി ജന്മപാപം ഉണ്ടോ? ആദാമിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു ജന്മപാപമല്ലേ? ആദാമിന്റെ സന്തതി പരമ്പര. ആ ജന്മപാപം എന്ന് പറയുന്നത് സമ്പൂർണമായി നീങ്ങിപ്പോയി. ഇനി നമുക്ക് ജന്മപാപം ഉണ്ടോ? ജന്മപാപം നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവധി ഇല്ല എന്ന് പറയുമ്പോൾ ആ പാപത്തിന്റെ പരിഹാരമാണല്ലോ വരുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ജനിക്കുന്ന ഒരു ശിശുവിന്, വിജാതീയനായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് ആ പാപം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ക്രൂശിൽ വിശ്വസിച്ചവർക്കാണ് ആ മരണത്തിൽ നിന്ന് ഒഴിവുള്ളൂ. ഇല്ല എങ്കിൽ ഈ പറയപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ആര് ജനിച്ചാലും ആദാം ചെയ്ത പാപം അവർ ലെവലേശം ബാധിക്കുന്നില്ല. കാരണം അത് മരണത്തോടു കൂടി തീർന്നു എന്ന് നമ്മൾ പഠിച്ചാൽ പിന്നെ ജനിക്കുന്നവരെല്ലാം വിശുദ്ധ സന്ധികളാണ്. അത് മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ആര് ജനിച്ചാലും വിശുദ്ധരായിരിക്കണം എന്നൊരർത്ഥം വരില്ല അതിനകത്ത്. അതങ്ങനെ ആകുമോ? അങ്ങനെ ആകില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ ഇപ്പോഴും ജന്മപാപം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ജന്മപാപം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജന്മപാപം പിന്നീട് എപ്പോഴാണ് മാറുന്നത്? അത് ക്രിസ്തുവിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അപ്പൊ ഈ ജന്മഭാവം നിലനിൽക്കുന്ന വ്യക്തികൾ മരണപ്പെട്ടാൽ അവരെങ്ങോട്ട് പോകും? അത് നരകത്തിൽ പോകും, ഇതല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായി 5 വയസ്സ് 10 വയസ്സിന് മുമ്പ് അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താവും? അത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ റോമാലേഖനത്തിലുള്ള മനസാക്ഷിയുടെ പ്രമാണം എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നുണ്ട്. അത് ദൈവം അവിടെ ഒരു പ്രത്യേക കാര്യം ഇതിനെക്കുറിച്ചുള്ള വ്യവസ്ഥ അവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപദേശം സ്ഥാപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സ്ഥാപിക്കുന്ന ഉപദേശത്തിന് പിന്താങ്ങുന്ന വേദവചനം ഉണ്ടായിരിക്കണം, ഉപദേശമാണെങ്കിൽ. 2, ഇതേ ബൈബിളിൽ തന്നെ നമ്മുടെ ഉപദേശത്തെ ചോദ്യം ചെയ്യുന്ന വചനം ഉണ്ടായിരിക്കരുത്.
പരിസരത്ത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ചോദ്യം, അപ്പൊ ഈ രക്ഷ പ്രാപിക്കുവാൻ സ്നാനം നിർബന്ധമാണോ? തീർച്ചയായിട്ടും. അപ്പൊ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ? ക്രിസ്തുവിനോട് ചേരാതെ എങ്ങനെ ക്രിസ്തു അംഗീകരിക്കും? അല്ല, ആ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനമല്ല. ജലസ്നാനമല്ല. അല്ല, അവരുടെ വാദമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ജലസ്നാനമല്ല. സ്നാനം ഏറ്റവരാന്ന് പറയുമ്പോ പിന്നെ അത് സ്നാനം ഏറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് അത് പറയുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മരണത്തോട് ഏകീഭവിക്കാൻ അവിടെ 3 കാര്യം പറഞ്ഞ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് 3 കാര്യത്തോട് എങ്ങനെ ഏകീഭവിക്കും? അല്ല, അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അങ്ങനെയാണ് ഈ കർത്താവ് യേശു ക്രിസ്തു എന്തിനാണ് പറഞ്ഞത്, നിങ്ങൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നൊരു ചോദ്യം വരില്ലേ? അല്ല, അത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അല്ല, ഈ സ്നാനം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പം സ്നാനം ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയല്ലല്ലോ, ആണോ? സ്വർഗത്തിൽ പോകാനുള്ള വഴിയല്ല. അല്ല, സ്നാനപ്പെട്ടാലേ ഒരുത്തൻ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് നമുക്ക് സാധാരണ അത് അവരുടെ ഭാഷയിൽ അതൊരു ദുരുപദേശമാണെന്നാ പറയുന്നത്. കാരണം സ്നാനപ്പെട്ടാൽ ഒരു വ്യക്തി സ്വർഗത്തിൽ പോവുള്ളെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലെ മരണത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചവരാണല്ലോ, നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ്. ഈ പരീക്ഷ എഴുതാതെ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല. പറ്റിയല്ലോ. പരീക്ഷ എഴുതി എല്ലാവരും ജയിക്കുമോ? പരീക്ഷ എഴുതിയാൽ എല്ലാവരും ജയിക്കില്ല. ജയിക്കല്ല. അപ്പൊ പിന്നെ എന്താണ് പരീക്ഷ? പഠിക്കുന്നവൻ ജയിക്കും, പഠിച്ചവൻ ജയിക്കും. പഠിച്ചവനുള്ളതാ പരീക്ഷ. പഠിച്ചവനുള്ളതാ പരീക്ഷ. ആ പരീക്ഷ എഴുതുന്നേ ജയിക്കാൻ സാധ്യത. അല്ല, ഞാൻ ചോദ്യം ഇതാണ്, സ്നാനപ്പെട്ടാലേ ഒരുവൻ സ്വർഗത്തിൽ പോവുള്ളെങ്കിൽ എത്രാമത്തെ വയസ്സിൽ ഒരുത്തനെ സ്നാനപ്പെടുത്തണം? അവിടെ വയസ്സ് പറയുന്നില്ല, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എത്ര വയസ്സ് വരും? അങ്ങനെയാണ് ശിശുസ്നാനമല്ലേ ശരി? ഒരു കാര്യത്തെ തെറ്റും ശരിയും എന്ന് അതല്ല ഞാൻ പറഞ്ഞു. അല്ല, പാസ്റ്റർ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്നാനപ്പെട്ടാലേ ഒരുത്തൻ സ്വർഗത്തിൽ പോവുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ശിശുസ്നാനമല്ലേ ശരി? അങ്ങനെ വിശ്വസിച്ച് സ്നാനം ഏൽക്കുന്ന ശിശു അവിടെ അല്ല, ശിശു വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ ശിശു എത്രാമത്തെ വയസ്സ് സ്നാനപ്പെടേണ്ടി വരും? അതിനു മുമ്പ് മരണപ്പെട്ടാൽ അവൻ എവിടെ പോകും? ഞാനൊരു ഉപദേശകൻ എന്ന നിലയിൽ ഒരു ശിശു എന്റെ അടുക്കൽ വന്ന്, അതൊരു ഒരു ബാലൻ എന്റെ അടുക്കൽ വന്നൊരു കാര്യം ചോദിച്ചാൽ, സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ടാൽ, ഞാൻ അവനോട് ചോദിക്കും, എന്തിനാ മോനെ സ്നാനം? നീ സ്നാനം കൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? നീ സ്നാനം ചെയ്തതിനു ശേഷം നിന്റെ ജീവിതം എങ്ങനെ പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങൾക്ക് വചനപ്രകാരം മറുപടി തന്നാൽ ഒരു കാര്യം ബോധ്യമായി, അവന് സ്നാനം ആവശ്യമാണെന്ന് അവന് തന്നെ ബോധ്യമായി. അതല്ല, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവനത് കാര്യം മനസ്സിലായി. ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. സ്നാനപ്പെട്ടാലേ ഒരാൾ സ്വർഗത്തിൽ പോവുള്ളെങ്കിൽ എത്രാമത്തെ വയസ്സ് സ്നാനപ്പെടണം? അപ്പോൾ ആളുകൾ പറയാം ശിശുസ്നാനാ ശരിയെന്ന് പറയും. കാരണം എന്താ? സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു സ്വർഗത്തിൽ പോവുള്ളൂ. ഇനി ഈ കുട്ടി 5 വയസ്സിലോ 10 വയസ്സിലോ അല്ലെങ്കിൽ 15 വയസ്സിലോ സ്നാനപ്പെടുന്നതിന് മരിച്ചു പോയാൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താവും? അവൻ നെറ്റി നിറയുമല്ലേ? അതാണ് ചോദ്യം. അല്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ദൈവം വചനത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം. അല്ല, അങ്ങനെ ഒരാൾ നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി അവരോട് പറയും? വചനത്തിൽ ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ മറുപടി എങ്ങനെ കൊടുക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതിയിൽപ്പെട്ട. അപ്പൊ ഞാൻ അവരിൽ നിന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ദുരുപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊന്ന് സ്നാനമില്ല, തിരുവത്താഴമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടു കൂടി ഇല്ല. അത് ആവശ്യമാണോ സഭയ്ക്ക്? തീർച്ചയായിട്ടും വചനത്തിൽ അതങ്ങനെ പറയുന്നത് കൊണ്ട്, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട്, അന്യഭാഷ എന്ന് പറയുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, പറയുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നു. 2, പറയുന്നവൻ ദൈവത്തോടാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും അവർക്കില്ല. അപ്പൊ അവര് ഒരു ദുരുപദേശ സഭയായിട്ട്. പ്രധാനമായിട്ടും എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം, എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഏകദൈവത്തിലാണോ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വചനം അങ്ങനെ പറയുന്നത് കൊണ്ട് ഏകദൈവത്തിൽ തന്നെയാണ്. അത് പിശാച് വിശ്വസിക്കുന്ന കാര്യമാണ് യാക്കോബിന്റെ ലേഖനത്തില്. പക്ഷെ യഥാർത്ഥത്തിൽ 2 ദൈവങ്ങളുണ്ട്. അതായത് പോളച്ചായൻ പറയുന്നത് ഈ ഏകദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് പിശാച് വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്, മനുഷ്യർ വിശ്വസിക്കുന്നതല്ല. അല്ല, അത് പിശാച് വിശ്വസിക്കുന്ന. അതുകൊണ്ട് തന്നെ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നാണ്, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏകദൈവത്തെ വിശ്വസിക്കുന്നവര് പിശാചുക്കളാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോ ഞങ്ങളുടെ ഒരു സ്നേഹിതനുണ്ട്, കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ അച്ചായൻ. അദ്ദേഹം കേട്ടാൽ അത് ശക്തമായി അദ്ദേഹം പ്രതികരിക്കും. ഇപ്പൊ കുരുവിള അച്ചായൻ പറയുന്ന ഏക ദൈവം അല്ലെ,
അപ്പം ഈ വാക്യം അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഗുരുവാച്ചാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയാം. പിശാചാണ് പറയുന്നത് ഏകദൈവം എന്ന്. നമ്മൾ പറയുന്നില്ല ഏകദൈവം എന്നാണ് പോളച്ചായൻ പറയുന്നത്. അതല്ല, അദ്ദേഹം പറയുന്നത് യഹോവ ഒരു ദൈവം, യേശു ഒരു ദൈവം, രണ്ട് ദൈവങ്ങൾ. എന്റെ അടുത്ത് പറഞ്ഞ. അപ്പൊ ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു, ഈ യഹോവ ഒരു ദൈവം, യേശു ഒരു ദൈവമെങ്കിൽ യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവ ഇങ്ങനെ പറയാം, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ് നിന്റെ ഭർത്താവ് എന്നാണ് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയെ നോക്കിയിട്ട് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി. ഈ രണ്ട് വചനവും ഉറപ്പാണല്ലോ. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കുഞ്ഞാടിന്റെ കല്യാണം അടുത്തിരിക്കുന്നുവല്ലോ, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇത് ആരാണ് മണവാട്ടി, ആരാണ് ക്ഷണിക്കപ്പെട്ടവർ? അവര് പറഞ്ഞു മണവാട്ടി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഞാൻ എടുത്തു ചോദിച്ചു, ആരുടെ മണവാട്ടി? യേശുവിന്റെ മണവാട്ടി ഇസ്രായേലാണ്. അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചത് ക്ഷണിക്കപ്പെട്ടവരാരാണ്? അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കയറി. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവചനം 54 പറയുന്നത് യഹോവ ഭർത്താവും ഇസ്രായേല് ഭാര്യ. ഇവിടെ വരുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവും ഭർത്താവ് മണവാളൻ, ഇസ്രായേല് മണവാട്ടി. അപ്പൊ വിവാഹം കഴിയുമ്പോൾ യേശുവിന്റെ ഭാര്യ ഇസ്രായേല്, അവിടെ യഹോവയുടെ ഭാര്യ ഇസ്രായേല്. അത് ഓൾറെഡി ഭർത്താവ് എന്ന് പറയുന്നു, ഇവിടെ മണവാളെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഇല്ല. അപ്പൊ ഈ യേശു യഹോവ ഒരാളാണോ? അത് യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അത് പഴയ നിയമത്തിൽ നിന്ന് പറയുന്നത്, വളരെ വ്യക്തമായി പറയുന്നു, യഹോവയായ കർത്താവ് തന്റെ ആത്മാവിനെയും എന്നെയും അയച്ചിരിക്കുന്നു. ഇത് യേശു പറയുന്നതാണ്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുമ്പോൾ ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത് സെന്റ് മീ. അപ്പൊ യഹോവയായ കർത്താവും തന്റെ ആത്മാവും കൂടി എന്നെ അയച്ചു എന്ന് പറയുമ്പോൾ അയക്കുവാൻ രണ്ടുപേരും, അയക്കപ്പെടുവാൻ ഒരാളും. അപ്പൊ യഹോവ തന്നെ ആണോ യേശു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും അല്ല. അല്ല, അതിന് ഒത്തിരി തെളിവുകൾ, ഞാൻ വേറിട്ട ചിന്തകൾ ഞാൻ വെച്ചിട്ടുണ്ട്. യഹോവ അല്ല യേശു. ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ പുത്രനോടോ നിന്റെ സിംഹാസനം. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അവര് യഹോവ തന്നെയാണ് യേശു എന്നാണോ അവര് പറയുന്നത്? അവര് പറയുന്നത് യഹോവ വേറെ യേശു വേറെ. ഇത് യഹോവൻ ദൈവം, യേശുവും ദൈവം, അങ്ങനെ രണ്ട് ദൈവങ്ങൾ. അതുകൊണ്ടാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഒരു ദൈവം വലിയ ദൈവം, ഒരു ദൈവം ചെറിയ ദൈവം, അങ്ങനെ ഒരു അല്ല. അത് നമ്മുടെ ഈ അച്ചായന്റെ വിശ്വാസമാണ്. സണ്ണി മാപ്പിള എന്ന് പറഞ്ഞൊരു അച്ചായനുണ്ട്. അച്ചായന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിതാവായ ഒരു ദൈവം, രണ്ട് സബോർഡിനേറ്റ് ആയിട്ടുള്ള രണ്ട് ദൈവങ്ങൾ, ഒന്ന് യേശു ക്രിസ്തു, അടുത്ത് പരിശുദ്ധാത്മാവ്. അതായത് ഒരു പ്രധാനമന്ത്രി, രണ്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെയാണ് ഫിലിപ്പിലായിരുന്നു പറയുന്നത് സമത്വം എന്ന് പറയുന്ന വാക്കിന് എന്താർത്ഥം? സമത്വം എന്ന് പറയുന്ന വാക്കിന് അദ്ദേഹം വേറെ അർത്ഥങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഒരു ദുരുപദേശം കണ്ടെത്തി? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, യേശുവിന്റെ മണവാട്ടി എന്ന് പറയുന്ന സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വിവാഹം ഉണ്ടോ? അല്ല, വിവാഹം വെളിപ്പാട് 19 പറയുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സാധാരണ കല്യാണം കഴിക്കുന്ന പോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിന്നിട്ട് കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്ന് മാല ഇടുവോ, അല്ലെങ്കിൽ നമ്മൾ മാല ഇടുവോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചടങ്ങ് അവിടെ ഉണ്ടോ? ഞാൻ വചനത്തിൽ പറയുന്നൊരു കാര്യം, വചനത്തിൽ നിന്ന് പറയുമ്പോൾ വചനം എവിടെ തെളിവ് തരുന്നുവോ അതിൽ നിന്ന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. പൗലോസ് ഇങ്ങനെ പറയുന്നിട്ടുണ്ട്, നിങ്ങളെ സഭയെ നോക്കിയിട്ട് പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിവാഹം ഉണ്ടെന്നൊരു പ്രതീക്ഷ തരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം അടുത്തുവല്ലോ. ഏതടുത്തു? പൗലോസ് പറയുന്ന ഈ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് അടുത്തു എന്ന് പറയുന്നത്. ഇത് രണ്ടും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ അതിനകത്തേക്ക് അപ്പുറത്തേക്ക്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഒരു ദുരുപദേശം അവിടെ കണ്ടതെന്താണ്? പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്നത്, കൃപയാൽ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ ദുരുപദേശം? അതോ ഇനിയും നാം സ്വർഗരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി ഒരു സ്നാനം, ഒരു കർമ്മം ഏറ്റാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത ഒരു രാജ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണോ ദുരുപദേശം? രണ്ട് കാര്യം ഞാൻ ചോദിച്ചു. ഒന്ന്, ഇപ്പോൾ പോളച്ചായം പറയാണ്, അവരുടെ സഭക്കാർ പറയാണ്, ഇനി ഒരു കർമ്മം വേണ്ട, നമുക്ക് സൗജന്യമായി നീതീകരണം ലഭിച്ചിട്ടുണ്ട്, വിശ്വാസത്താലാണ് നീതീകരണം, ഇനി ഒരു കർമ്മവും ചെയ്യേണ്ട, സ്നാനം വേണ്ട, തിരുവത്താഴം വേണ്ട, ഉപവാസ പ്രാർത്ഥന വേണ്ട, മുട്ടയിലെഴയുന്ന വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് സൗജന്യമായി നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ ദുരുപദേശം? അതോ
ഞങ്ങൾ ബന്ധുക്കോസുകാർ പറയുന്നത് പോലെ ഇനി സ്നാനമേറ്റെങ്കിൽ മാത്രമേ നമുക്ക് നീതീകരണവും സ്വർഗരാജ്യവും ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ എന്ന് പറയുന്നതാണോ ദുരുപദേശം? അവിടെ ഇനി വിശ്വാസം മൂലമുള്ള രക്ഷ അല്ല, ഇത് രണ്ടുപേരിൽ ആരെങ്കിലും പറയുന്ന ഒന്ന് ദുരുപദേശമാണ്, രണ്ടും സത്യമാകാൻ പാടില്ല. അല്ല, രണ്ടിൽ ഒന്ന് സത്യമാകാം, ഒന്ന് ദുരുപദേശമാണ്. അപ്പൊ ഇതിലേതാണ് ദുരുപദേശം? എന്റെ പഠനത്തില് യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി വീണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിച്ച് വചനത്തിൽ പറയുന്ന രീതിയിലുള്ള കൂട്ടായ്മയെ ആചരിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാസ്റ്റർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്, അതായത് സ്നാനം വേണം, സ്നാനമില്ലാതെ ഒരു വ്യക്തി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണ്? നിർഭാഗ്യവശാൽ മലയാളം ബൈബിളിൽ നിന്ന് മിസ്സായി പോയ ഒരു വേദവചനം എന്റെ പഠനത്തിലും അന്വേഷണത്തിലും ഗ്രീക്ക് മൂലകൃതികളിൽ ഉള്ളതാണ്. 1 യോഹന്നാൻ 5:7. There are 3 that were the record in heaven, Father, Word and Holy Ghost. അവിടെ എന്നാൽ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്ന വിറ്റ്നസ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പിതാവുമുണ്ട്, വചനവുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. ഈ 3 പേരും സാക്ഷ്യം വഹിക്കാനുള്ള കാരണം എന്റെ ഒരു പഠനം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഫെസോസിൽ ചുറ്റിക്കിറങ്ങിയ പ്രദേശം ചുറ്റിക്കിറങ്ങി എഫെസോസിൽ വരുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവരുടെ മറുപടി പരിശുദ്ധാത്മാവോ, കേട്ടിട്ട് പോലുമില്ല. അപ്പൊ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൗലോസിനെ അവരോട് ചോദിക്കേണ്ടെന്ന ചോദ്യം, അപ്പൊ നിങ്ങളുടെ പാസ്റ്റർ ആരാ, നിങ്ങളുടെ ഉപദേഷ്ടാവാരാ, നിങ്ങളോട് വചനം പറഞ്ഞ ആരാണ് എന്നതിന് പകരം നിങ്ങളുടെ സ്നാനം ഏതാണെന്ന് ചോദിച്ചത്. അത് പൗലോസിന് അങ്ങനെ ചോദിക്കാനുള്ള പ്രചോദനം ഉണ്ടാകാൻ കാരണം ഇവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാം. കാരണം അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസി സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്നുള്ള പദം കേൾക്കണം. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. അപ്പൊ അത് കേൾക്കാത്തത് കൊണ്ട് അവരെ സ്നാനപ്പെടുത്തി. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താണെന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. അത് ഞാൻ എന്റെ വേറിട്ട ചിന്തകൾ എന്നുള്ള ചാനലില് ഞാൻ സമർപ്പിച്ചു. അപ്പൊ അത് പറയാം. ഇനി ഈ ഇത് ചേരുന്ന സമയത്ത് ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്ഥാനം നിൽക്കുന്നത്. ഈ സമയത്ത് ഇവരുടെ 3 പേരുടെ നാമം അവിടെ പറയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യേശുവിന്റെ സുവിശേഷങ്ങൾ 20 പ്രാവശ്യമുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ പ്രാർത്ഥിപ്പിൻ, എന്റെ നാമത്തിൽ കുടിക്കാൻ കൊടുത്താൽ എന്ന് പറഞ്ഞ് എന്റെ നാമം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള യേശു സ്നാന സമയത്ത് മാത്രം നിങ്ങൾ എന്റെ നാമത്തിൽ നിന്ന് പറയാതെ ഈ 3 നാമം പറയാൻ കാരണം ഈ 3 പേരുടെയും പേരവിടെ രേഖപ്പെടുത്തിയെങ്കിൽ അവർക്ക് സാക്ഷ്യം സ്വർഗത്തിൽ വെക്കാൻ പറ്റത്തുള്ളൂ. പാസ്റ്റർ തന്നെ ഇപ്പൊ സാറ് ഞാനൊരു വാഹനം വാങ്ങിക്കുന്നു, സാറിന്റെ പേര് ഞാൻ അവിടെ എഴുതാതെ ഉറപ്പിടാൻ പറഞ്ഞ് എഴുതുവോ? എടുത്തില്ല. ഇനി ഒരു ഒപ്പിട്ടാൽ സാക്ഷിയായില്ലേ? അത് സാറിന്റെ ഫുൾ നെയിം എഴുതണം. നെയിം എന്നിട്ട് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുന്ന ഒരാളുള്ളൂ. പേരെഴുതാതെ ഇവിടെ ഒപ്പിടാൻ പറഞ്ഞ ഇടത്തില്ല. ഇതുപോലെ തന്നെ റെക്കോർഡ് ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അടുത്തത്, ഈ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുത്താമോ? രക്ഷ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം, വേണമെങ്കിൽ എന്റെ പഠനത്തിൽ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനം അല്ലാതെ ഞാനൊരു ഉദാഹരണം പറയാം. അല്ല, ഇത് സംഭവിച്ചു. അതായത് രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലായി നമുക്ക് തന്ന രക്ഷയാണ്. നഷ്ടപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു കൂടെ കുട്ടിക്കോ, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ എന്റെ സകല പാപവും ദൈവം ഇനി കണക്കാക്കുന്നില്ല, സകലം തീർന്നു. അപ്പോൾ ഞാൻ വിശ്വാസിയായി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് ഒരു അല്പം പ്രലോഭനമുണ്ടായി, അല്ലെങ്കിൽ എനിക്കൊരു പ്രലോഭനമുണ്ടായി, ഞാൻ ഒരു പാപം അങ്ങ് ചെയ്തു, ഒരു വ്യഭിചാരം അങ്ങ് ചെയ്തു കൂട്ടം, അല്ലെങ്കിൽ ഒരു മോഷണം നടത്തി. അപ്പൊ എനിക്ക് എന്ത് ശിക്ഷ കിട്ടും? അത് വെളിപ്പാട് പറയുന്നുണ്ട്, ക്ഷുദ്രക്കാര്, വിഗ്രഹാരതികള്, വ്യഭിചാരികള്, മദ്യപാനികള്, ഇവർക്കൊന്നും അവിടെ പ്രവേശനമില്ല പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അപ്പൊ എനിക്ക് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടും? തീർച്ചയായിട്ടും നഷ്ടപ്പെടും. അപ്പൊ ഞാൻ വ്യഭിചാരം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ തെറ്റാണല്ലോ. ഞാൻ വീണ്ടും മാനസാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും പ്രലോഭനം ഉണ്ടായി, ഞാൻ പോയി അല്പം മദ്യപിച്ചു, ബഹളം ഉണ്ടാക്കി. അപ്പോഴും എന്റെ രക്ഷ നഷ്ടപ്പെട്ടു അല്ലേ? അല്ല, സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെട്ടു.
പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ വീണ്ടും പോയിരുന്നു പ്രാർത്ഥിച്ചു. അന്നേരം എനിക്ക് വീണ്ടും രക്ഷ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞു വീണ്ടും എനിക്ക് പ്രലോഭനം ഉണ്ടായി. ഞാൻ ഒരാളെ തെറി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ തെറി പറയുന്നു, രക്ഷിക്കപ്പെടുന്നു. മോഷ്ടിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. വ്യഭിചാരം ചെയ്യുന്നു, രക്ഷിക്കപ്പെടുന്നു. മദ്യപിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പോകുന്ന ഈ പ്രവണത എന്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് യേശു തന്നെ 2 കാര്യങ്ങളിലും വചനത്തില് കാണാൻ കഴിയുന്നു. ഒന്ന്, എത്ര പ്രാവശ്യം സഹോദരനോട് ക്ഷമിക്കണമെന്നൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് 7 അല്ല 70 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതെ. ഒന്ന്, തെറ്റ് ചെയ്താൽ നമ്മൾ അവനെ കുറിച്ച് ബോധം വരുത്തണം. എന്നിട്ട് അവനത് അംഗീകരിക്കാത്ത പക്ഷം പുറജാതിക്കാരനെ പോലെ അവനെ തള്ളിക്കളയണം. ഇത് കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് അത് ചെയ്യില്ലേ? പിന്നെ അവന് മടങ്ങി വരാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം. ശരിയാണ്, പാസ്റ്റർ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്റെ ഒരു ചോദ്യം, പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അറിയപ്പെടാതെ തിന്മ എത്ര ചെയ്യുന്നു. എന്റെ ശരീരത്ത് പോരാടുന്ന പാപത്തിന്റെ ഒരു പ്രമാണം അല്ലേ? അപ്പൊ എന്റെ ഒരു ചോദ്യം, നമ്മൾ ഇന്ന് പാപം ചെയ്യുന്നു, ഇന്ന് വൈകുന്നേരം രക്ഷിക്കപ്പെടുന്നു, ഇന്ന് വൈകുന്നേരം പാപം ചെയ്യുന്നു, നാളെ ഏറ്റു പറയുന്നു, നാളെ കഴിഞ്ഞ് പാപം, അപ്പൊ സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടുത്തുന്നു, പിന്നെ നമുക്ക് കിട്ടുന്നു, പിന്നെ നഷ്ടപ്പെടുത്തുന്നു, പിന്നെ കിട്ടുന്നു. ഇങ്ങനെ നമ്മുടെ ഒരു 40-50 വർഷത്തെ കാലഘട്ടങ്ങൾ നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തുന്നു, വീണ്ടെടുക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു, വീണ്ടെടുക്കുന്നു. ഇങ്ങനെ പോകുന്നേക്കാൾ നല്ലത് ഒരിക്കലായി നമുക്ക് രക്ഷ കിട്ടി, ഇനി ആ രക്ഷ എന്ത് കാണിച്ചാലും നഷ്ടപ്പെടുകയില്ല. ആ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ പരിണിത അനുസരിച്ച് സ്വർഗരാജ്യത്ത് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നതല്ലേ ഇത്രയുടെ യുക്തിക്കനുസരിച്ച് നല്ലതെന്നാണ് എന്റെ ചോദ്യം. അല്ല, നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ്, പക്ഷെ വചനം അങ്ങനെ അല്ല പറയുന്നെങ്കിലോ അതിന് പറയാം. ഗലാത്യർ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ആത്മാവിന്റെ ഫലം 9 കൂട്ടം. ഓക്കെ, ഈ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഇതിന് മറുപടി പറയാം. സാജു തോമസ് ദുരുപദേശം പറഞ്ഞത് നിങ്ങൾ പറയരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ്, ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്റെ ഭാര്യയ്ക്കിട്ടൊരു തല്ലി വെച്ചു കൊടുത്തു. അപ്പൊ ഞാനൊരു പാപം ചെയ്തു. അപ്പൊ ഞാൻ വൈകുന്നേരം അപ്പൊ എന്റെ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു. ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ സ്വർഗരാജ്യം വീണ്ടും എനിക്ക് ലഭിച്ചു. അതായത് ലഭിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എന്ത് ചെയ്തു? ഒരു വ്യഭിചാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ശിക്ഷ എനിക്ക് വരികയാണ്. അപ്പോൾ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും മാനസാന്തരപ്പെട്ടു. അങ്ങനെ എന്റെ 40 വർഷത്തെ 50 വർഷത്തെ ജീവിതത്തിൽ വ്യഭിചാരം ചെയ്യുക, മദ്യപിക്കുക, മോഷ്ടിക്കുക, കള്ളസാക്ഷ്യം പറയുക, ഭാര്യയെ തല്ലുക, അയലോക്കാരെ തെറി പറയുക, അതിര് മാന്തുക, അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുക, പാസ്റ്റർമാരായ ഞങ്ങളൊക്കെ ഈ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുക, വോട്ട് പിടിക്കുക, മറ്റു ദശാംശം കൊടുക്കാതിരിക്കുക, മറ്റുള്ളവർ തന്ന പൈസയുടെ കണക്ക് കാണിക്കാതിരിക്കുക, സ്ഥലം മേടിക്കാൻ സഭയിൽ നിന്ന് പൈസ തന്നെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള സ്ഥലം ഞങ്ങളത് 1.5 ലക്ഷം രൂപയൊക്കെ കാണിച്ച് ആ 50,000 രൂപ ഞങ്ങളെടുത്ത് പോക്കറ്റ് ഇട്ട് പൊട്ടടിച്ചു, അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു. അമേരിക്കയിൽ പോയിട്ട് വരുന്ന പാസ്റ്റർമാരൊക്കെ നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് തരുന്ന പൈസ കൊണ്ട് അവർ ഇന്ന ആ കൊടുത്തേക്കണമെന്ന് പറഞ്ഞ പൈസ കൊണ്ടുവന്ന് ഇവിടെ വീട് പണിതു. അതിനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസംഗനുണ്ട്. അദ്ദേഹം എല്ലാ വർഷം 15,000 രൂപ ഒരു പാസ്റ്റർ കൊടുക്കാൻ വേണ്ടി മറ്റൊരാൾ കൊടുക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് 2,500 രൂപ കൊടുക്കുമായിരുന്നു. ബാക്കി 12,500 രൂപ അദ്ദേഹം കൊടുത്തു. അദ്ദേഹം ഇന്ന് 1 കോടി രൂപയുടെ വീടും വെച്ചു, 1.5 കോടി രൂപയ്ക്ക് മകളെയും കെട്ടിച്ചു വിട്ടു. അപ്പൊ ചോദ്യം, അത് മോഷണമല്ലേ? പിടിച്ചുപറി, മോഷണം, അസൂയ, കുശുമ്പ്, ഇതെല്ലാം ഇതിനകത്ത് തന്നെ. അപ്പൊ ഇതെല്ലാം ഈ 40-50 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം, എത്ര പ്രാവശ്യം നമ്മൾ രക്ഷിക്കപ്പെടണം, എത്ര പ്രാവശ്യം നമ്മുടെ സ്വർഗരാജ്യം നഷ്ടപ്പെടും, എത്ര പ്രാവശ്യം കേട്ടു. ഇത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ആർക്കും വേണമെങ്കിലും മറുപടി പറയാം. കർത്താവ് ഒരു കാര്യം പറഞ്ഞല്ലോ, കളയും ഗോതമ്പും ഒരുമിച്ച് വളരട്ടെ. ഇത് ഒരു പാടത്ത് നിൽക്കുന്ന ഒരു സംഭവം. ഇത് രണ്ടും ഇവിടെ നിൽക്കുന്ന ഗോതമ്പ് എന്ന് പറയുന്നത് വചനപ്രകാരം നിൽക്കുന്ന വിശ്വാസിയും, കളയെന്ന് പറയുന്നത് സാർ ഇപ്പൊ പറഞ്ഞുള്ള സാധനങ്ങളാണ്. അല്ലാതെ പുറത്ത് കിടക്കുന്ന ഹിന്ദു മുസ്ലിം ഒന്നും അല്ല, അവരൊന്നും അല്ല പറ്റുന്നത്. ഇത് ഒന്നിച്ചിങ്ങനെ വളരും, ഇങ്ങനെ വീഴും എഴുന്നേക്കും, വീഴും എഴുന്നേക്കും. ഈ സാധനത്തെ കളയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ത്യമായ ഒരു ന്യായവിധിയുടെ സമയത്ത് പേറ്റിക്കളയും, അത് ഈക്കത്ത് കൊണ്ടിടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ലേ മുൻപേ ഉയർത്തെഴുന്നേൽക്കുള്ളൂ? 1 കൊരിന്ത്യർ 15 പറയുന്ന അങ്ങനെ അല്ലേ? അപ്പൊ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നല്ലത് ചെയ്താലും തീയതി ചെയ്താലും നിൽക്കേണ്ടി വരും എന്ന് പറയുന്നില്ലേ? ഉണ്ട്. അപ്പൊ നല്ലത് ചെയ്തവർക്ക് ശിക്ഷ ഇല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? നിൽക്കേണ്ടി വരും എന്ന് പറയുന്നത് ശിക്ഷയല്ല. കാരണം മത്തായി 12:36 പറയുമ്പോൾ മനുഷ്യൻ പറയുന്ന ഏത് നിസാരം വാക്കിനും അവൻ ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് രക്ഷ നഷ്ടപ്പെടുകയില്ല
അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നഷ്ടപ്പെടുത്താമെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും വാദഗതികൾ പാർട്ടിയെടുത്തുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ സർദീസ് സഭയോട് പറയുമ്പോൾ ഇതിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച കളയും എന്ന് പറയുമ്പോൾ അതെന്തിനാ മായ്ച്ചു കളയുന്നത്? ആരുടെ പേര്? ഒരിക്കലും എഴുതിച്ചേർത്തേണ്ട പേരല്ലേ മായ്ക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പേരെഴുതി ചേർത്തു. ഇനി വേറൊരു സാഹചര്യത്തിലോ മാനസാന്തരപ്പെടാതെ വന്നാൽ അത് മായ്ച്ചു കളയുന്ന പ്രവണത ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. അപ്പോഴാണ് ഞാൻ ഈ ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് പാപം ചെയ്തു നാളെ ഏറ്റു പറഞ്ഞു, നാളെ തെഞ്ഞ് പാപം ചെയ്തു പിറ്റേന്നാൾ ഏറ്റു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എഴുതുകയും മായ്ച്ചുകളെയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതിന് സമയം വെച്ചിട്ടുണ്ട്. അതാ ഞാൻ ആ ഗലാത്യലേഖനത്തിൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവിന്റെ ഫലം 9 കൂട്ടം, ജഡത്തിന്റെ 15 കൂട്ടം. അവിടെ കോപം, ക്രോധം, ശാഠ്യം, പകയൊക്കെ വരുമ്പോ ഇവിടുന്ന് ക്ഷമ എഴുന്നേറ്റ് അവനെ നിശാന്തനാക്കണം എന്ന് പറയാൻ ആത്മാവ് അവനോട് പറയും. ആ ആത്മാവിന്റെ ഫലം അവൻ എഴുന്നേറ്റ് സ്നേഹമോ സമാധാനമോ ദീർഘക്ഷമയോ എഴുന്നേറ്റ് പറയാൻ, നീ അവനോട് മര്യാദക്കിരയ്ക്ക്, അവൻ നിന്റെ സഹോദരനാണ്, കോപിക്കല്ലേ, ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ആത്മാവ് അവന്റെ ഉള്ളിൽ പലതര പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നത് നമ്മളെ സകല സത്യത്തിലും വഴി നിർത്തുന്ന. അല്ല, ശരിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആളുകൾ ഈ കാണുന്ന പിള്ളേരോടും ചെറുപ്പക്കാരോടും യൗവനക്കാരോടും നിനക്ക് പാപമുണ്ട്, നീ പാപിയാണ്, അതാണ് ഇതാണ്, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം പാപം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നല്ലതാണ്? അതൊരിക്കലും നല്ലതല്ല. അല്ല, ഒരാൾ എപ്പോഴും ഞാൻ പാപിയാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ, ഞാനിപ്പോ ഒന്ന് ഉറക്കെ ഒന്ന് തുമ്മിയാൽ അതൊരു പാപം, ഞാൻ എന്റെ ഭാര്യയെ തല്ലിയാൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ചീത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പാപം എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പാസ്റ്റർമാർ ഇങ്ങനെ ആയിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഞാനൊരു പാപിയാണ് എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ വഴിപഴിച്ച് പോകാനുള്ളതല്ലേ ഒരു സാധ്യത. അതേസമയം നീ പാപിയല്ല, നീ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ഇനി നിനക്ക് പാപമില്ല എന്ന് പറയുന്നതാണോ ഇതാണോ നല്ലത്? അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒന്നും വർജിക്കേണ്ട ആവശ്യമില്ല, സ്തോത്രത്തോടുകൂടി സ്വീകരിച്ചാൽ എല്ലാം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കാരണം വർജിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ കേൾക്കും. ഈ പറഞ്ഞിരിക്കുന്ന ആശയത്തിലാണെങ്കിൽ പൗലോസ് പറഞ്ഞ വാക്കുകൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെ നമ്മൾ വർജിക്കേണ്ട. അല്ല, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വയറ്റിലേക്ക് പോകുന്ന ഒന്നും നിങ്ങളെ അശുദ്ധനാക്കുന്നില്ല. അല്ലാതെ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ന്യായമായിട്ട് കാര്യം ചോദിക്കും. അല്ല, അത് മദ്യപാനമായി, ഇപ്പൊ മദ്യമാണല്ലോ പ്രശ്നം. മദ്യം കഴിച്ച് ഇതിങ്ങനെ വയറ്റിലോട്ട് പോയാൽ അതൊന്നും അശുദ്ധമാക്കുന്നത്, പിറ്റേ ദിവസം മറപ്പരയിൽ പോകുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അത് തന്നെയല്ല പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മുമ്പിൽ എന്ത് വിളമ്പിയാലും കഴിക്കും. അപ്പൊ മദ്യം വിളമ്പിയാലും കഴിക്കാം. അതാണല്ലേ, അങ്ങനെ പറയുമ്പോ പിന്നെ സമ്മതിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ അതിനോട് ചേർത്തൊരു ആശയോട് പറയാം. നമ്മൾ തെങ്ങിൽ നിന്ന് കരിക്കും വെള്ളം നമ്മൾ കുടിക്കാം. കരിക്കും വെള്ളം, അതിനകത്തുള്ള വെള്ളം. അതുപോലെ തെങ്ങിനെ സംബന്ധിച്ചോളം എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒന്നും മാറ്റി വയ്ക്കാൻ. അങ്ങനെയെങ്കിൽ ഈ കരിക്ക് മൂക്കുന്നതിന് മുമ്പാണ് കരിക്ക്. ആ കരിക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ചൊട്ടയായി. ആ ചൊട്ടയ്ക്കകത്ത് ചെത്തി വരുന്ന ഇതാണ് കള്ള്. അതാണ് കുടിക്കാൻ പാടില്ലേ? അല്ല, അത് കുടിക്കുകയെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പറയാം, കുടിക്കാന്ന് പറഞ്ഞാൽ നാളെ എനിക്കെതിരെ ട്രോൾ ഇറങ്ങും. കുടിക്കുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെട്ടു നിൽക്കില്ല. ഈ പറയപ്പെടുന്ന എന്തും കഴിക്കാമെന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇത് കരിക്കിനകത്ത് വരുമ്പോ കുടിക്കാം. കരിക്കിനകത്ത് വരുന്നതിന് മുമ്പ് അത് ചൊട്ടയിൽ നിന്ന് വരുന്നത് അതിന് മുമ്പ് എടുത്ത് കുടിച്ചാൽ, അപ്പൊ ദേ കാണുന്ന ടാപ്പ്, ആ ടാപ്പിൽ നിന്ന് വരുന്ന കുടിക്കാം. അതിന്റെ അപ്പുറത്തോട് പൊട്ടിച്ചു കുടിച്ചാൽ പ്രശ്നമാണ്. അത് അംഗീകരിക്കാൻ പറ്റും. എന്നിട്ട് ന്യായം വെക്കേണ്ടി വരില്ലേ? പക്ഷെ അവിടെ കരിക്കിനകത്ത് വന്നപ്പോ അത് ഇളനീരായി, അവിടെ വന്നപ്പോ കള്ളായി. അല്ല, വിഷയം അത് വേറെ കാര്യമല്ല. നല്ല കള്ളിട്ട് കിട്ടുവാനും ഇല്ല ഇപ്പൊ നാട്ടിലെ മുഴുവൻ ഈ ആനമയക്ക് ഗുളികയാണ്. അതായിരിക്കും ആനമയ. അപ്പൊ ആളുകൾ ചോദിക്കും, സാജു തോമസിനെ എങ്ങനെ കൃത്യമായിട്ട് അറിയാതെ? ഇതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് കള്ളു കുടിക്കുന്നുണ്ട്, അവര് പറഞ്ഞുള്ള അറിവാ. ഞാൻ കള്ളു കുടിക്കാറൊന്നുമില്ല. രക്ഷ നഷ്ടപ്പെടും എന്നാണ് പാസ്റ്റർ പറയുന്നത്. അല്ല, അതെ, നഷ്ടപ്പെടുത്താന്നാ പറയുന്നത്. നഷ്ടപ്പെടുത്തിയപ്പെടാം. ഇതുകൊണ്ടാണല്ലോ ഞാൻ ഈ വെളിപ്പാട് പുസ്തകം ഈ വചനം കൊണ്ട് വെച്ചത്. ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്ന. അപ്പൊ പോളച്ചായം പറഞ്ഞ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് നിത്യമായ രക്ഷയാണ്. ഇനി എന്ത് പാപം ചെയ്താൽ ശിക്ഷയുണ്ട്, അത് ഈ ഭൂമിയിലേ ഉണ്ടാവുള്ളൂ. അല്ല, അദ്ദേഹത്തിന്റെ ഒരു വാദഗതി ഇതാണ്, ശിക്ഷയുണ്ട്, ശിക്ഷാവിധിയുണ്ട്, പക്ഷെ അത് ഈ ഭൂമിയിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ കൊലപാതകം ചെയ്താൽ പോലീസ് പിടിക്കും, ജയിലിൽ കൊണ്ടിടും, 7 വർഷം ശിക്ഷ കിട്ടിയില്ലേ? അതുപോലെയുള്ള ശിക്ഷ മാത്രമേ ഉള്ളൂ. അല്ല, വെളിപ്പാട് ദിവസം ഒരു വാക്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ക്ഷുദ്രക്കാര്, വിഗ്രഹാരിതികള്, ദ്രവ്യാഗ്രഹികള്, എന്നിട്ട് പറയുന്ന നായ്ക്കള്,
ഇവരുടെ കൂട്ടത്തില് വിഗ്രഹാരാധന നായ്ക്കള് വിഗ്രഹത്തിന് ആരാധിക്കാൻ പോകത്തില്ലോ, ഇല്ല. നായ്ക്കളുടെ കൂട്ടത്തിൽ മന്ത്രവാദി ഇല്ലല്ലോ, ആഭിചാരം ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ മനുഷ്യരായിരിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന വിഗ്രഹാരാധികളും ഈ ദ്രവ്യാഗ്രഹവും അതുപോലെ ഈ ആഭിചാരം ചെയ്തൊക്കെ മനുഷ്യരാ. ആ കൂട്ടത്തിൽ ഈ ഒരു മൃഗത്തെ മാത്രം കൊണ്ടുവന്ന എന്തിനാ? നായ. അതിന്റെ അർത്ഥത്തിലേ ഉള്ളൂ നായയെ കുറിച്ച് വിശേഷിപ്പിച്ച് അവൻ ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. ആ ഒരു സ്വഭാവം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് തിരിച്ചെടുക്കുന്നവനെയാണ് നായ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ ചേർക്കാൻ കാരണം. എന്ന് പറഞ്ഞാല് രക്ഷിക്കപ്പെട്ടവൻ പിന്മാറ്റത്തിലേക്ക് പോയി, അവൻ പഴയ രീതിയിൽ ചെയ്ത് അവനെ നായയായി അങ്ങനെയുള്ളവൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുകയാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുക. പിന്നെ ഈ ന്യായം എങ്ങനെ ഒക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോളച്ചായൻ നേതൃത്വം നൽകുന്ന ഈ 100 പേരുടെ ഈ കൂട്ടായ്മ ഇവർ സ്വർഗരാജ്യം അവകാശമാക്കും. സ്വർഗം ആർക്ക് കിട്ടും ലഭിക്കാമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നെങ്കിലും ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നരകത്തിന് യോഗ്യരാകില്ലേ? അതായത് കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിംഗിൽ ചെല്ലുന്നത് വരെ അവർ ധരിച്ചിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രമാണത്തിലാണ് അവർ തുടർന്നു പോകുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ പറയപ്പെടുന്ന വചനപ്രകാരം നിത്യജീവനിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഇനി സത്യോദയത്തിലേക്ക് വന്നാൽ രക്ഷപ്പെടാം. അവരെന്നോട് പറഞ്ഞത് സാജു പാസ്റ്റർ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, ദുരുപദേശകനാണ്. അപ്പം ഞാൻ അവരുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ചെറിയൊരു വീഡിയോ. അപ്പോൾ അവരുടെ ആളുകൾ പറയുന്ന എനിക്കെതിരെ പറയുന്ന ഒരു ആരോപണം, ആ വീഡിയോ മുഴുവൻ സാജു പാസ്റ്റർ ഇട്ടില്ല. ആ വീഡിയോ മുഴുവൻ ഇടാൻ അദ്ദേഹം പറഞ്ഞ ആശയം അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ തന്നെയൊക്കെ പറയാം. സാജു പാസ്റ്റർ രക്ഷിക്കപ്പെട്ടവനല്ല, മാനസാന്തരപ്പെട്ടവനല്ല, സാജു പാസ്റ്റർക്ക് സ്വർഗരാജ്യം ലഭിക്കില്ല എന്നാണ് അവർ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം പാസ്റ്റർ പറയാണ് അവർക്ക് ലഭിക്കുകയില്ല. അപ്പൊ ഇത് ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അവര് പറയുന്നു പാസ്റ്റർക്ക് കിട്ടുകയെന്ന് പറയും. അല്ല, ഇതിന്റെ നടുവിലാണോ നമ്മൾ വചനത്തിലൂടെയാണല്ലോ ഇതെല്ലാം നിർണ്ണയിക്കുന്നത്. വചനം വെച്ച് പരിശോധിക്കട്ടെ. പിന്നെ എനിക്കവിടെ സംഭവിച്ചൊരു കാര്യം, ഞാൻ അവരോട് പൗലോസ് പറഞ്ഞ കാര്യം പറയുമ്പോ പൗലോസ് കള്ളനാ, പൗലോസ് പൗലോസ് പറയുന്നത് വിശ്വസിക്കണ്ട പറയണ്ട. പത്രോസ് പറഞ്ഞ വചനം എടുക്കുമ്പോ പത്രോസ് പറയുന്നതാ, അത് യഹൂദനോട് പറഞ്ഞതാണ്. അത് പിന്മാറ്റക്കാരനാണ്. പത്രോസ് സകലതും വിട്ടെന്ന് പറഞ്ഞ കള്ളം, പച്ചക്കള്ളമാണ്. വള്ളവും വലയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടാ വന്നത്. ഇല്ലായെങ്കിൽ ആ സമയത്ത് പോയി എടുത്തോണ്ട് പോകുമ്പോ എന്നൊക്കെ പറയുമ്പോൾ നുണയനായ പൗലോസും കള്ളനായ പത്രോസും പറഞ്ഞ കാര്യം അവർക്ക് ഇല്ല എങ്കിൽ പുതിയ നിയമസഭയ്ക്ക് യേശു ഒന്നും തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാം പൗലോസിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതലും മറ്റു ലേഖനങ്ങളിലൂടെയാണ് ആണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത്. പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ലഭിച്ച കാര്യങ്ങൾ അവർ സഭയോട് പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞു. അപ്പൊ ഈ തിരുവത്താഴത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറയുന്ന അവര് പറയുന്ന തിരുവത്താഴം ഇനി ആവശ്യമില്ലെന്നാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുവോളം ഇത് ചെയ്യാൻ കർത്താവ് പറഞ്ഞതിനാ നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മാത്രം ഇതിന്റെ എല്ലാം ഈ വാദഗതികളുടെ അടിസ്ഥാനത്തിൽ പോളച്ചായ നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മ ഒരു ദുരുപദേശ കൂട്ടായ്മയാണെന്നാണ് പാസ്റ്റർ പറയുന്നത്. തീർച്ചയായിട്ടും അവര് ആളുകൾ നല്ലവരാണ്, നല്ല ആളുകളാണ്. അതിൽ ഞാൻ സ്നേഹമുള്ളവരാണ്, കരുതലുള്ളവരാണ്. പക്ഷെ ഉപദേശത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അവരുടെ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ് അദ്ദേഹം വളരെ ചങ്കൂറ്റത്തോട് പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യന് പറയാനുള്ള അത്രയ്ക്കും ധൈര്യം, പ്രാഗൽഭ്യമുള്ള ഒരു മനുഷ്യൻ നുണയനാണ്, കള്ളനാണെന്നൊക്കെ പറയിപ്പിച്ച് ആത്മാവ് വിടുന്ന. അപ്പം പാസ്റ്റർ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ദുരുപദേശകരാണ് എന്നാണ് പാസ്റ്റർ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ കാലടിയിൽ അവിടെ കീർത്തി നിർമ്മൽ റൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അരി കമ്പനിയാണ്. അവിടെ എല്ലാ ഞായറാഴ്ചയും 6 മണി മുതൽ 8:30 വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസംഗിക്കുന്നവരുടെ ഇതുപോലെ 9 മണി വരെ നീണ്ടുപോകും. 6 മണി തൊട്ട് 9 മണി വരെയുള്ള മീറ്റിംഗിൽ നിങ്ങൾക്ക് ആർക്കും കടന്നില്ല. ഞാനൊന്ന് പോളച്ചാനോട് ചോദിച്ചു, അച്ചായന്റെ മീറ്റിംഗിൽ ആർക്കൊക്കെ കടന്നു വരാം? അപ്പോൾ ആർക്കും കടന്നു വരാം. ഇനി ഈ അച്ചായന്റെ വാദഗതിയെ ഖണ്ഡിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്ത് വിളിക്കുകയാണ്. ഒരു കാര്യം സത്യമാണ് കേട്ടോ, പോളച്ചായൻ വാക്യം പറയുന്ന അത്രയും വാക്യം മുതൽ വെളിപ്പാട് വരെ പോളച്ചായൻ കാണാതെ സമ്മതിച്ചിരിക്കുന്നു. നമ്മള് അവിടെ ചെന്നൊരു വാക്യം തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചായൻ പറയും ആ വാക്യം ഇന്ന സ്ഥലത്താന്ന് പറയും. നമ്മുടെ മുഹമ്മദ് ഈസയും ഹംസയും അവിടെ ചെന്നിട്ടുണ്ട് സംസാരിക്കാൻ. അപ്പൊ ഈ ഹംസ ഇക്ക ഇസ്ലാം മതത്തെ കുറിച്ച് പറയാനായിട്ട് ഈ ഹംസ ഇക്ക എന്നോട് പറഞ്ഞതാണ്, ആ പോളച്ചായന്റെ മെമ്മറി സമ്മതിക്കണം. അദ്ദേഹം ഒരു വാക്യം പറഞ്ഞാൽ അതിന്റെ കൃത്യം റെഫറൻസ് സഹിതം അദ്ദേഹം ഒരു അക്ഷരം തെറ്റാതെ, ഒരു വള്ളി പുള്ളി തെറ്റാതെ പറയും.
തന്നെയല്ല, അദ്ദേഹം ഞങ്ങൾ തമ്മിൽ മീറ്റിംഗിൽ കയറുന്ന മുമ്പ് ഒരു കാര്യം സംസാരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് അവിടെ എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന് അറിയാവുന്ന ഞാൻ കൺഫ്യൂഷനായി പോയി കേട്ടോ. അദ്ദേഹം കറക്റ്റ് എണ്ണം പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇതിനു മുൻപ് വന്ന വേറൊരാള് അവിടെ എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തർക്കിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവിടെ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരച്ഛനായിരുന്നു, അച്ഛൻ ഈ പരിപാടി നടത്തി ഗുഡ് ബൈ പറയുമോന്ന് ചോദിച്ചു. പറയൂന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ അത് പോകുമൊന്നും വേണ്ട, എടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. വായിച്ചപ്പോൾ അവിടെ 12 പേരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ചലഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്ന് ഏത് വാക്യം ചോദിച്ചാലും അത് റെഫറൻസ് സഹിതം കാണാതെ ഈ പൊളച്ചായം പറയും. അതൊരു ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് ഡിബേറ്റിന് ചങ്കൂറ്റമുള്ളവർ, തയ്യാറുള്ളവർ അവിടെ ചെല്ലാം. ആർക്കും ക്ഷണമുണ്ട്. അമേരിക്കയിലോ കാനഡയിലോ ഫ്രാൻസിലോ എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും അച്ചായൻ്റെ അടുത്ത് ചെല്ലാം. സ്വാഗതമാണ്, പൂർണ്ണമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അവിടെ സംസാരിക്കാം. പക്ഷേ ആശയം സംസാരിക്കുന്നത് കൊള്ളാം. ആശയം 1.5 മണിക്കൂർ നിങ്ങൾക്ക് സമയം തരും ആശയം പറയാം. അതിനുശേഷം 1.5 മണിക്കൂർ പോളച്ചായം ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ പഠിപ്പിച്ച, നിങ്ങൾ പ്രസംഗിച്ച ആ വിഷയത്തിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദുരുപദേശകരാണ് എന്നുള്ള ചാപ്പ നിങ്ങൾക്ക് കുത്തും. പിന്നെ ഇവരിങ്ങനെ എത്ര കർക്കശമായിട്ട് നമ്മളെ ദുരുപദേശം എന്ന് പറഞ്ഞ എന്തെല്ലാം വാക്ക് പറഞ്ഞാലും പക്ഷെ അവരുടെ ഇടപെടലിലും പ്രവൃത്തിയിലും യാതൊരു വിദ്വേഷമില്ല. തികഞ്ഞ സ്നേഹം, അവിടെ വളരെ മാന്യതയോട് അവിടെ പോയ പല പാസ്റ്റർമാര് ഇടയ്ക്ക് ദേഷ്യപ്പെട്ടിറങ്ങി സ്ഥലം വിട്ടു. ദേഷ്യപ്പെട്ടിറങ്ങി. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ വലിയ വേറെ സംഭവമുണ്ട്. ഞാൻ ഈ അച്ചായന്റെ വീഡിയോ ഇതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത ബ്രദറൻ സമൂഹം എല്ലാം കമന്റുകൾ എഴുതി. ഇപ്പൊ ഈ അച്ചായൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കമന്റുകൾ എഴുതിയവരൊക്കെ വിശ്വാസികളാണോ? ഞാൻ പറഞ്ഞു അതെ, പെന്തക്കോസുകാരുണ്ട്, ബ്രദറൻകാരുണ്ട്, മറ്റ് ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബക്കാരുണ്ട്, പല സഭക്കാരുണ്ട്, ഹിന്ദുക്കളൊന്നുമില്ല, മുസ്ലിങ്ങളും ഇല്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ കമന്റ് എഴുതിയവനൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ എന്ത് മറുപടി പറയും? വളരെ മോശമായ രീതിയിൽ കമന്റുകൾ എഴുതി, ചിലര് നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള കമന്റുകളൊക്കെ എഴുതി. അപ്പൊ അച്ചായൻ ചോദിക്കുകയാണ്, അതിലും ഭേദമല്ലേ ഞങ്ങൾ? നിങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളെക്കാൾ മെച്ചമല്ലേ ഞങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് പബ്ലിക് മറുപടിയാണ്. അതുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ പ്രസംഗരും അജി പോളിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അജി പോള് അദ്ദേഹമാണ് ഇപ്പം ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിവുള്ളവൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അജി പോൾ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഷിബു പീഡിയക്കലിന് ഇത്രയും അറിവുണ്ടെന്ന് നിങ്ങളാരാ പറഞ്ഞു? ഞാൻ ഷിബു പീഡിയക്കനെ പല പ്രാവശ്യം തോപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ചലഞ്ച് ചെയ്ത് അജി പോളിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഷിബു പീഡിയക്കലിനെ തോപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിന് സംഭവമൊന്നുമില്ല. അപ്പം ഈ വലിയ വാചം പഠിക്കുന്ന ആളുകളുണ്ട്, അജി പോളുണ്ട്, അതുപോലെ കുറേ ആളുകളുണ്ട്. നിങ്ങളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുവാണ്. ചങ്കൂറ്റമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഉപദേശം അവിടെ സ്ഥാപിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പാസ്റ്റർ പറയുന്ന അവർ ദുരുപദേശക്കാരാണ് എന്നാണ് പറയുന്നത്. പാസ്റ്റർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ഡിബേറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്.